നമസ്കാരം, സാരഥികൃഷ്ണ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മോഹൻലാൽ. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി പത്തനംതിട്ടയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചപ്പോൾ മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വിശ്വനാഥൻ. അപ്പോൾ മോഹൻലാൽ വിശ്വനാഥൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ മോഹനരൂപനായിട്ടിരിക്കുന്ന ഒരു വിശ്വനാഥൻ, മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രാധാന്യം, മഹാദേവൻ്റെ ഒരു പ്രാധാന്യം, ഇത് രണ്ടും കൂടി ഇടകലർന്ന് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ LAL എന്നുള്ളത് ALL ആയതുകൊണ്ടാണ് മോഹൻലാൽ, ലാലു ലക്സ്, ലാൽ ജോസ്, സിദ്ദിഖ് ലാലൊക്കെ തിളങ്ങി നിൽക്കുന്നത്. ഓക്കെ, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ നാമസംഖ്യ എന്ന് പറയുന്നത് 2ആണ്, ജനനസംഖ്യ എന്ന് പറയുന്നത് 3ആണ്, വിധിസംഖ്യ എന്ന് പറയുന്നത് 6ആണ്. ഇതൊക്കെ നല്ല നിൽക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഒക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഇതാണ്. ഈ ജനനസംഖ്യ 3 എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഭാരത്തിലുള്ളൊരു സംഖ്യയാണ്. അത് ഏറ്റവും പ്രാധാന്യമാണ് ജനനസംഖ്യ എന്ന് പറയുമ്പോൾ. അതിനനുസരിച്ച് ആവശ്യമുള്ള സമയത്ത് കഥാപാത്രമായി മാറാനായിട്ടുള്ള പ്രാധാന്യം നൽകുന്ന ഒരു അങ്ങേയറ്റം കഴിവ് നൽകുന്ന വ്യക്തി പ്രഭാവവിശേഷമുള്ള സംഖ്യയാണ് ഈ 3, വ്യാഴത്തിൻ്റെ സംഖ്യ. ക്യാമറയ്ക്ക് പിന്നിൽ മോഹൻലാൽ ഒരു നാണം കുണുങ്ങിയ പോലുള്ളൊരു ടൈപ്പാണ്, ഒന്നുമില്ല. പക്ഷേ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് മാറുകയാണ്. അതായത് യാതൊരു തരത്തിലുള്ള തലക്കനവും ഇല്ലാത്ത, ഹെഡ് വെയ്റ്റും ഇല്ലാത്ത ഒരു വലിയൊരു നടനാണെങ്കിലും വളരെ വിനയത്തോടു കൂടി പെരുമാറുന്ന, ഏറ്റവും നല്ല ഒരു ആത്മാർത്ഥതയോടുകൂടി, സ്നേഹത്തോടു കൂടി സഹജീവികളെ കാണുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ എളിമ. വ്യാഴത്തിൻ്റെ അഭാരത്തിലുള്ള ഈ സംഖ്യ ഈ ജാതകന് ഏത് തരത്തിലുള്ള സാധാരണമായ കഴിവുകളാണ് നൽകുന്നത്. ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും വളരെയേറെ ഉന്നതിയിലെത്തും എന്ന നാമസംഖ്യയാണ് 3. യമോ എന്നത് സാമ്പത്തികമായി വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലെറ്റേഴ്സാണ്. HAN എന്നുള്ളത് CAN ഖ്യാൻ എന്നുള്ള അർത്ഥമുണ്ടാക്കുന്നു. കഴിവ്, ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ഉറപ്പ്, ഈ 4 കാര്യങ്ങളാണ് ഈ ഹാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഖ്യാൻ എന്നുള്ളതായിട്ട് മാറുന്നു. അതാണ് അതിൻ്റെ കഴിയും എന്നുള്ള കുറച്ച് ആത്മവിശ്വാസം. LAL എന്നത് ALL ആയി മാറുന്നു എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഏത് കഥാപാത്രത്തിനും അനുയോജ്യമായ ഭാഗങ്ങൾ മുഖത്ത് വിരിയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം. അതിൽ അന്ന് ഏറ്റവും നല്ലൊരു ദേവി ഉപാസകനാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന പത്തനംതിട്ടയിൽ ഇലന്തൂരിൽ ജനിച്ച ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന നല്ലൊരു ദേവി ഉപാസകനാണ് എപ്പോഴും. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ നീ പോമോനെ ദിനേശ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതിയ ആൾ പറഞ്ഞത്, കഥാകാരൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു തമാശയ്ക്ക് മോഹൻലാലിനെ കൊണ്ട് അത് പറയിപ്പിച്ചു എന്നുള്ളതാണ്. തമാശയല്ല അവിടെ. നീ പോമോനെ ദിനേശ എന്ന് പറയുന്ന ഓരോ ദിവസത്തിനും ഓരോ ഈശ്വരന്മാരുണ്ട്. അതായത് സൺഡേയിൽ വരുന്നത്, മൺഡേയിൽ വരുന്നത്, ട്യൂസ്ഡേയിൽ വരുന്നത്, ഓരോ ദിവസങ്ങൾക്കും ഓരോ ഈശ്വരന്മാർ. അപ്പോൾ നീ പോമോനെ ദിനേശ എന്ന് പറഞ്ഞാൽ ഓരോ ദിനത്തിൻ്റെ ഈശ്വരനോടും പോകാനാണ് പറയുന്നത്. അത് നെഗറ്റീവ് വേർഡായിട്ട് തോന്നുന്നു. അതൊരു തമാശയ്ക്ക് പറഞ്ഞൊരു വാക്ക് ആണ് എങ്കിലും അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. അതായത് ഇപ്പോൾ ഞായറാഴ്ച ദിവസം സൂര്യഭഗവാന്റെ ദിവസമാണ്, തിങ്കളാഴ്ച മഹാദേവൻ്റെ ദിവസമാണ്. ഓരോ ദിവസത്തിനും ഓരോ ഈശ്വരന്മാരുണ്ട്. നീ പോമോനെ ദിനേശ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനോട് പോകാൻ, എങ്ങോട്ട് പോകാൻ, അത് മനസ്സിലാകുന്നില്ല, ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതൊന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പിന്നെ രാവണപ്രഭു എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ അദ്ദേഹം പറയുന്നത് ഒരു സവാരി ഗിരിഗിരി എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. ഈ സവാരി ഗിരിഗിരി എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രം തന്നെ പറയുന്നു. അതായത് സവാരി ഗിരിഗിരി എന്ന് പറയുന്നൊരു തമിഴ് പാട്ടിൻ്റെ ചുവട് പിടിച്ചുള്ളൊരു സംഭവമാണെന്ന്. അതുമല്ല, അതും കഥാകാരൻ പറഞ്ഞൊരു തമാശയ്ക്ക് സവാരി ഗിരി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സവാരി ഗിരിഗിരി എന്ന് പറയുന്നത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, കാർത്തികേയൻ എന്നുള്ളൊരു ഒരു പേരാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കാർത്തികേയനായിട്ടാണ്. നീലകണ്ഠൻ്റെ മകനാണ് കാർത്തികേയൻ, മഹാദേവൻ്റെ മകനാണ് സുബ്രഹ്മണ്യ സ്വാമി. ഈ മഹാദേവനാണ് നീലകണ്ഠൻ, അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയാണ് കാർത്തികേയൻ. ഈ കാർത്തികേയൻ എന്ന് പറയുന്ന കഥാപാത്രം സവാരി ഗിരിഗിരി എന്ന് പറയുന്നത് ഒരു ശോകമുഖമായ അന്തരീക്ഷമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ
ഈ ഗണപതി അച്ഛനും അമ്മയാണ് ലോകമെന്നും പറഞ്ഞ് ഒറ്റ ചുറ്റി വന്ന് പഴം മേടിച്ചു. ഈ അതായത് ഈ പഴത്തിന് തർക്കം ഉണ്ടായില്ല. ഒരു വിശേഷമായിട്ടുള്ള ദേവലോകത്തെ പടത്തിന് വേണ്ടി ഗണപതിയും സുബ്രഹ്മണ്യനും കൂടി തർക്കം ഉണ്ടായില്ല. ഇങ്ങനെ തർക്കം ഉണ്ടായില്ല. ആദ്യം ആര് ലോകം ചുറ്റി വരുന്നു അവർക്ക് പടം എന്ന് പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ പുറത്ത് കയറി ചുറ്റാൻ പോയി. അപ്പോൾ ഈ മറ്റേ ഗണപതി ഭഗവാൻ എന്ത് ചെയ്തു? ഇങ്ങനെ അച്ഛനും അമ്മയും ചുറ്റി അതാണ് ലോകം എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു സന്ദേശം കൂടിയാണ്. അപ്പോൾ ഈ സവാരി ഗിരി നടത്തിയിട്ടല്ലേ, അതായത് പർവ്വതത്തെ സവാരി നടത്തിയതാണല്ലോ ഈ ഗണപതി ഭഗവാന് പഴം കിട്ടിയത്. അതിൽ വിഷമം കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി നേരെ പഴനിമലയ്ക്ക് പോയി എന്നുള്ളതൊക്കെയാണല്ലോ. ഇനി എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അല്ലാതെ വെറുതെ ഒരു ഭംഗിവാക്ക് അവിടെ പ്രയോഗിച്ചതല്ല. അന്ന് ഒരു ചിങ്ങം 1-ാം തീയതിയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ്. ഞാൻ കൊല്ലം ഓർക്കുന്നില്ല. ചിങ്ങം 1-ാം തീയതിയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. പത്മശ്രീ ഭരത്, ലഫ്റ്റനൻറ്റ് കേണൽ ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന അപൂർവ വ്യക്തിത്വം, അങ്ങനെ തന്നെ പറയണം. അദ്ദേഹം വളരെ വലിയ ഒരു നടൻ മാത്രമല്ല, ഒരു മനുഷ്യസ്നേഹി, ഒരു വലിയ വ്യക്തിത്വം. അദ്ദേഹം അതിൻ്റെ തലേ ദിവസം, ചിങ്ങം 1-ാം തലേ ദിവസമാണ് അദ്ദേഹം സിഗരറ്റ് വലി നിർത്താം എന്ന് ഒരു ശപഥമെടുക്കുന്നത്. അത് ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സിഗരറ്റ് വലി നിർത്തി പിറ്റേ ദിവസം രാവിലെ ചിങ്ങത്തിൽ 1-ാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ മോഹൻലാൽ സിഗരറ്റ് വലിക്കുന്ന രംഗങ്ങൾ അതിലുണ്ട്. അപ്പോൾ അത് മോഹൻലാലല്ലേ, അപ്പോൾ സിഗരറ്റ് കത്തിക്കില്ല, വച്ചിട്ട് തുപ്പുന്ന മാതിരി. അതായത് ശത്രുവിനെ അസ്ത്രം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന രീതിയാണ് അവിടെ കാർത്തികേയൻ എന്ന കഥാപാത്രം ശത്രുക്കളെ ഈ അസ്ത്രം കൊണ്ട്, അതായത് സിഗരറ്റ് തുപ്പുമ്പോൾ അത് അസ്ത്രമായിട്ടാണ് ശത്രുവിൻ്റെ മുഖത്ത് കൊള്ളുന്നത്. ആ അസ്ത്രം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന രീതിയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അദ്ദേഹം അതൊരു തമാശയ്ക്ക് മോഹൻലാലിനെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ.